ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തങ്ങ വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എരിശ്ശേരി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 1/2 കിലോ മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചേക്കുകയാണ്. ഇനി നമുക്കിതൊന്നും വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ മത്തങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ മത്തങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും അതുപോലെ ഒരു സവാളയുടെ പകുതിയും കൂടി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങ കുറച്ച് അധികം തന്നെ എടുക്കുക. ഇതിലേക്ക് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ടാലും മതിയാകും. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയൊക്കെ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അധികം ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മുടെ ചെറിയ ചെറിയ പീസുകൾ കിടന്നാലേ ഈ മത്തങ്ങയുടെ എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കാണുകയുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അരപ്പൊക്കെ മത്തങ്ങയുടെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതിനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തുറന്നു വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അരപ്പിൻ്റെ പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 1 സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ എരിശ്ശേരിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മത്തങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചൂടോട് കൂടി ഇതിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ വറവിലെ തേങ്ങയൊക്കെ മത്തങ്ങക്കറിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇടയ്ക്ക് ഈ തേങ്ങ കടിക്കുന്നതൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തേങ്ങ വറവിൻ്റെയൊക്കെ നല്ലൊരു മണം ഇതിന് കിട്ടുന്നുണ്ട് ഈ കറിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മത്തങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കഞ്ഞീൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.